ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഒരു ഫാമിലി ടൂറിൻ്റെ വീഡിയോ ആണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. നമ്മൾ എല്ലാവരും കൂടെ ചേർന്ന ഒരു കൃഷ്ണ ഫാമിലി എന്ന് പറഞ്ഞ് ഒരു 7 കുടുംബങ്ങളും മക്കളും കൊച്ചുമക്കളും ഒക്കെ ആയിട്ടൊരു വലിയ ഫാമിലിയാണ്. ഞങ്ങളെല്ലാവരും കൂടെ കോട്ടയത്തുള്ള വിൻസ്റ്റർ കാസ്റ്റൽ എന്ന ഒരു ടൂറിസ്റ്റ് പ്ലേസിലേക്ക് പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. എല്ലാവരും ഒരുക്കത്തിൻ്റെ ധൃതിയിലാണ്. ചെറിയ മഴച്ചാറ്റിലുണ്ട്. കണ്ടിന്യൂസ് മഴയായിരുന്നു, പക്ഷെ പോക്ക് നടക്കത്തില്ലെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഭാഗ്യത്തിന് ഇന്ന് ചാറി നിൽക്കുകയാണ്. എല്ലാവരും വെട്ടിയും കിടക്കയെല്ലാം എടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. വണ്ടി വെയിറ്റിങ്ങിലാണ്. കുട്ടികൾക്കൊക്കെ അവധിയുള്ള സമയം എൻജോയ് ചെയ്യണ്ടേ, അതുകൊണ്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഒരു ദിവസം ഫുൾ ഡേ ആണ്. വൈകിട്ട് 5 മണി വരെയുള്ള അവരുടെ ടൈമിങ്. അതിനുള്ളിൽ അവിടെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. അവരുടെ ഗൈഡ് ഉണ്ടാവും. പിന്നെ നമ്മൾ അത്യാവശ്യം ചായയും ഒക്കെ ആയിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. എങ്കിലും നോക്കാം. വഴിയിൽ നിന്നൊരു ചായയൊക്കെ കുടിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ടൂറാകുമ്പോൾ അങ്ങനെയല്ലേ. അമ്മയ്ക്ക് തീരെ വയ്യ, എങ്കിലും അമ്മയാണ് ഈ സംഭവങ്ങൾക്കൊക്കെ നേതൃത്വം വഹിക്കുന്നത്. എന്തായാലും പോകണമെന്നും പറഞ്ഞുകൊണ്ട് മുന്നേ നിൽക്കുന്നത് അമ്മയാണ്. ചാറ്റമഴയുള്ളത് കൊണ്ടും ഇറക്കമായതുകൊണ്ടൊരു പേടിയുണ്ട്. എല്ലാവരെയും ഒന്നൊന്നായിട്ട് കയറുന്നുണ്ട് വണ്ടിയിലേക്ക്. ഇനിയൊരു പുകയായിരിക്കും. നോക്കാം. ഡ്രൈവർ ചേട്ടൻ തന്നെ അന്താളിച്ചു പോയി. ഇത്രയെന്നുണ്ടോ ഒരു ഫാമിലി എന്ന് പറഞ്ഞു. പിള്ളേരെല്ലാം നല്ല സന്തോഷത്തിലാണ്. എല്ലാവരും കൂടെ ഒത്തുകൂടിയ ഒരു യാത്രയല്ലേ. ഒരു വലിയ അർമാദം വണ്ടിക്കകത്ത് കഴിഞ്ഞു. ആട്ടും മേളോ അതിൻ്റെ ക്ഷീണം തീരണ്ടേ. അപ്പോൾ ഇടയ്ക്കൊരു ചായ കുടിക്കാനാണെന്നും പറഞ്ഞ് ഇറങ്ങിയതാണ്. എല്ലാവരും രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടും അത്യാവശ്യം ചായയും സാധനങ്ങളും ഒക്കെ കരുതിയാണ് വന്നേക്കുന്നത്. എന്നാലും യാത്രയുടെ ഇടയിലൊരു ഭക്ഷണം കഴിക്കും, അത് അനിവാര്യമല്ലേ. അതിനൊരു പ്രത്യേക സുഖമല്ലേ. അങ്ങനെ ഭക്ഷണം കഴിക്കാനായിട്ട് നമ്മൾ ഒരു ഭാഗം കഴിഞ്ഞപ്പോൾ നിർത്തിയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമുള്ളത് എല്ലാവരും ഓർഡർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ വിൻസ്റ്റർ കാസ്റ്റൽ എന്ന സ്ഥലത്ത് എത്തിച്ചേർന്നു. പുറമേ അടിപൊളിയാണ് കേട്ടോ. ഇനി അകത്തുള്ള ദൃശ്യങ്ങൾ എങ്ങനെയാണോ എന്താണെന്നറിയത്തില്ല. വിശാലമായ സ്ഥലമാണ്. പുറത്ത് നോക്കുമ്പോൾ വലിയ കെട്ടിട സമുച്ചയങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പോയി ആദ്യമേ എല്ലാം ഒന്ന് ചെക്ക് ചെയ്തിട്ട് വന്നു. എല്ലാം ശരിയാണോ എന്നറിയണ്ടേ, എങ്കിലല്ലേ നമുക്ക് കയറാനൊക്കെ. ഇവിടെയും കുഴപ്പമില്ല, മഴയൊന്നുമില്ല. ഇത് നമ്മളുടെ എൻട്രൻസ് പ്ലേസാണ്. ഇവിടെ നമുക്ക് എല്ലാവർക്കും ഒരു വെൽക്കം ഡ്രിങ്ക് തരും അവർ. പിന്നെ അവർ എങ്ങോട്ടാണ് പോകേണ്ടത് അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽ ഡിസ്കഷൻ നടക്കുന്നുണ്ട്. പിന്നെ എത്ര മണിക്ക് നമ്മൾ വാങ്ങണം, ഫുഡ് എവിടെയാണ്, ഇതിനെക്കുറിച്ചെല്ലാം അവർ പറഞ്ഞു തരുന്നുണ്ട്. നമ്മളെല്ലാം പെട്ടും കിടക്കയായിട്ട് എല്ലാവരും ഓരോരോ ഭാഗങ്ങളിലേക്കായിട്ട് പോകാം. ഇത്ര യാത്ര ചെയ്തതല്ലേ, അപ്പം ഒന്ന് ബാത്റൂമൊക്കെ പോയി ഒന്ന് ഫ്രഷായിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അമ്മയാണ് ഇതിലൊക്കെ സന്തോഷം. അപ്പം ഞങ്ങൾ നമ്മുടെ പ്ലേ ഏരിയ കുറേ ഉണ്ടാവും, നമുക്ക് കാണാനുള്ളതൊക്കെ ആയിട്ടുള്ള ശരിക്കും നല്ലൊരു ആംബിയൻസാണ്. കല്യാണങ്ങളൊക്കെ നടത്താൻ പറ്റിയ സ്ഥലമാണ്. എന്താ പറയുന്നത്, നല്ല ഒരു 4 കെട്ടും തറവാടും അമ്പലവും കുളവും ചെണ്ടമേളവും ആനയും ഭരതനാട്യവും മണിച്ചിത്രത്താഴ് പോലെയുള്ള രംഗങ്ങളും ഒക്കെ കൊണ്ട് മൊത്തം നിറച്ച ഒരു സ്ഥലമാണ്. പിന്നെ കുറേ റിസപ്ഷൻസൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ എന്തെല്ലാം രീതിയിലുള്ള വീഡിയോസ് ഷൂട്ട് ചെയ്യാനും, നമുക്ക് ആൽബം സോങ്സ് ഷൂട്ട് ചെയ്യണമെങ്കിലോ അല്ലാതെ റീൽസ് ചെയ്യണമെങ്കിലോ യൂട്യൂബ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ കല്യാണങ്ങളോ റിസപ്ഷനോ ഒക്കെ ചെയ്യാൻ പറ്റിയൊരു ആംബിയൻസാണ്. പിന്നെ ഇവിടെ ഓരോരോ സെക്ഷനായിട്ടുകളുണ്ട്. ഓരോ ഏരിയ, ഡാൻസിൻ്റെ ഒരു ഏരിയ, അല്ലെങ്കിൽ കാർഡ് പിടിച്ച ഒരു ഏരിയ,
അങ്ങനെ ഓരോന്നും അവർ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. നമുക്ക് അതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സ്ഥലങ്ങൾ മൊത്തം ആസ്വദിക്കാൻ പറ്റും. അപ്പം ഞങ്ങൾ നേരെ പോകുന്നത് ബോട്ടിംഗ് സെക്ഷൻ ആ ഭാഗത്തേക്കാണ്. 2 സൈഡും നിറയെ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് വളരെ മനോഹരമായിട്ടുണ്ട്. ഞാൻ എത്രമാത്രം ഈ വീഡിയോയിൽ വരുന്നുണ്ടെന്ന് അറിയത്തില്ല, അതിലും ഭംഗിയാണ് നേരിട്ട് കാണുമ്പോൾ. വീഡിയോ പിടുത്തത്തിനൊന്നും നമുക്കൊരു കുറവുമില്ല, വീഡിയോസ് എല്ലാം പിടിച്ച് പോകുന്നുണ്ട്. ഓരോരുത്തരും ഓരോ ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞും ഫോട്ടോസും വീഡിയോ സെക്ഷൻസാണ് ആദ്യം തന്നെ നടക്കുന്നത്. കാരണം പിന്നെ ആകുമ്പോഴത്തേക്ക് മഴ പെയ്ത് കഴിഞ്ഞാൽ ഒന്നും നടക്കില്ലല്ലോ. അപ്പോൾ അതിനാൽ ചുറ്റിക്കറങ്ങി കാണാമെന്ന് വിചാരിച്ചു. മഴയ്ക്ക് മുമ്പ് ഫോട്ടോസൊക്കെ എടുക്കാമെന്നായിരുന്നു. ഇതൊരു ഹൈലൈറ്റ് പ്ലേസാണ്. ഒരാനയുണ്ട്, പിന്നെ അതിനുള്ളിൽ ഒരു നൃത്തത്തിൻ്റെ കുറേ രംഗങ്ങൾ, നമ്മുടെ മൺചിത്രത്താഴിലെ ശോഭനയുടെ നൃത്തത്തിലെ കുറിച്ചുള്ള രംഗങ്ങൾ അവിടെ പകർത്തിയിട്ടുണ്ട്. നേരെ ഞങ്ങൾ ബോട്ടിംഗ് സെക്ഷനിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് ഇഷ്ടംപോലെ ബോട്ടുകളുണ്ട്. അവിടെ നമുക്ക് നമ്മുടെ ഗൈഡ് ഉണ്ടാവും. സ്ത്രീകൾക്ക് വേണ്ട സജഷൻ തരാൻ സ്ത്രീകളും, പുരുഷന്മാർക്ക് വേണ്ടവർക്ക് പുരുഷന്മാരും ഒക്കെ ഉണ്ടാവും. വളരെ ഹെൽപ്ഫുള്ളാണ്, വളരെ നല്ലൊരു ആംബിയൻസാണ്, എല്ലാം കൊണ്ടും നല്ല വർത്തായിട്ടുള്ളൊരു പ്ലേസാണ്. ഈ പോകാൻ റെഡിയായി നിൽക്കുന്ന എങ്ങോട്ടാണെന്നറിയോ? ഈ ഇതിൻ്റെ അപ്പുറത്തെ കരയ്ക്ക് ഒരു ലൈറ്റ് ബാറുണ്ട്. അവിടെ പോകാനുള്ള സന്തോഷത്തിലാണ് തോന്നുന്നു വിനോദമായിട്ട്. അതായത് ഇതൊരു വഞ്ചി പോലെ നമ്മളിതിൽ നിൽക്കും, എന്നിട്ട് കയറിൽ പിടിച്ച് നമ്മൾ അപ്പുറത്ത് ചെല്ലണം. തിരിച്ച് നമ്മളങ്ങ് ചെന്ന് കഴിയുമ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരേണ്ടവർക്ക് വരാം, അല്ലെങ്കിൽ ആ വഞ്ചി ഇങ്ങോട്ട് വലിച്ചവരെടുക്കും. അവിടുന്ന് കുറച്ച് ഗന്ധരാജനൊക്കെ പറിക്കുകയാണ്. നമുക്കിപ്പോൾ നാട്ടിലും അങ്ങനെ കിട്ടാത്തൊരു സാധനം പോലെ മണമുള്ള സാധനം അല്ലേ. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നൊരു 3-4 പേർക്ക് അതിനകത്ത് നിൽക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഞങ്ങൾ 2 പേരെ കയറിയുള്ളൂ. ഒരു ഭയമുണ്ട്, ഈ മഴ ഉള്ളത് കൊണ്ട് നല്ലോണം വെള്ളം പൊങ്ങിക്കിടക്കുകയാണ് കായലിൻ്റെ. അതിൻ്റെ കുറച്ച് പേര് ബോട്ടിങ് നടക്കുന്നുണ്ട്. കൊട്ടവഞ്ചിയിൽ യാത്ര കണ്ട് ഞങ്ങൾ എത്തിയ സ്ഥലം ഇതാണ്. ഇവിടെ നല്ലോണം ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്, പലതരം ബ്രാൻഡുകൾ വെച്ചും കുറേ സ്കള്ളുകളും ഒക്കെ വെച്ചിട്ട്. ഇത് വിനോദേട്ടനും ചേട്ടനുമാണ്. വിനോദേട്ടൻ്റെ ഇനി ഞങ്ങളുടെ ഫോട്ടോ സെക്ഷനാണ്, ഫാമിലി ഫോട്ടോ. അത് എത്ര പിടിച്ച് നിർത്തിയാലും ഒതുങ്ങത്തില്ല. ഇവിടുന്ന് പൊഴിഞ്ഞുകൊണ്ട് വയ്ക്കും. ഒരാൾ വരുമ്പോൾ ഒരാൾ കാണത്തില്ല. എല്ലാ പിറങ്ങുകളെയും വെച്ച് ഒരു ഫോട്ടോ സെക്ഷൻ ചെയ്യാൻ നോക്കുകയാണ്. ഇപ്പോൾ പൊഴിഞ്ഞു പോകുന്നുണ്ട്. ഒരാൾ മറ്റൊരാളെ വിളിക്കാൻ പോകും. അങ്ങനെ കുറേ ടൈം നമുക്കിതിനകത്ത് നഷ്ടപ്പെട്ടു പോയി. എന്നാലും വളരെ മനോഹരമായിട്ട് നല്ലൊരു അടിപൊളി ഫോട്ടോ സെറ്റ് ചെയ്യാൻ പറ്റി ഞങ്ങൾക്ക്. എന്നിട്ടും ഫാമിലിയിൽ കുറേ അംഗങ്ങളില്ലായിരുന്നു. കുട്ടികൾക്കൊക്കെ പരീക്ഷയുള്ളവരുണ്ടായിരുന്നു, പുറത്ത് പഠിക്കുന്ന പിള്ളേരുണ്ടായിരുന്നു, ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവരുണ്ടായിരുന്നു. കുറേ അംഗങ്ങൾ കുറവാണ്. എന്നാലും ചടങ്ങിലത്തെ അമ്മയും 7 മക്കളും അവരുടെ മരുമക്കളും കൊച്ചുമക്കളും എല്ലാവരും കൂടെ കൂടിയിട്ടുണ്ട്.
അത് കഴിഞ്ഞൊരു വലിയ ബോട്ട് ട്രിപ്പാണ് ഇത്. എന്താ പറയുക, ഹൗസ് ബോട്ട്. ഇതിൽ നമ്മൾ അന്താക്ഷരിയൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് തകർത്തു. അവർ പാട്ടിട്ട് തന്നു, അതിന് കുറേ ഡാൻസ് ചെയ്തു. പിന്നെ 2 സെക്ഷനായിട്ട് ഞങ്ങൾ തരംതിരിച്ചിട്ട് അന്താക്ഷരി നടത്തി, ദംഷ്ട്രാഗ് കളിച്ചു. വെള്ളത്തിനുള്ളിലാണെന്ന് ആലോചിക്കണം. ഭയങ്കര രസമായിരുന്നു. പക്ഷേ മഴ സീസൺ ആണെങ്കിലും പൊട്ടുന്ന വെയിലുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് ബോട്ടിൻ്റെ പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി നിൽക്കാനുള്ള അതൊന്നും നടന്നില്ല. ആൾക്കാർക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ നല്ല പൊട്ടുന്ന വെയിലായിരുന്നു. പക്ഷേ ആ കായലിലൂടെയുള്ള ഒരു യാത്ര വളരെ മനോഹരമാണ്. ഒരു 2-3 കിലോമീറ്ററോളം പോകും തോന്നുന്നു. അപ്പോൾ ആ പോകുന്ന വഴിയിൽ 2 സൈഡും നല്ല നല്ല തറവാടുകൾ അവർ സെറ്റ് ചെയ്തേക്കാണ്. പിന്നെ അല്ലാതെ നാച്ചുറലായിട്ടുള്ള താമസക്കാരും ഉണ്ട്. പക്ഷേ വളരെ രസകരമാണത് കാണാൻ. നല്ലൊരു അനുഭവം, പറയാതിരിക്കാൻ വയ്യ. നമുക്ക് ഒരു ദിവസം സമയം തികയാതെ വരും. ഞങ്ങൾ ഇവിടെ നിന്നൊക്കെ ഇന്ന് പെട്ടെന്ന് ഇറങ്ങി വാ എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം സമയമില്ലായിരുന്നു. അത്രയ്ക്ക് കൺജസ്റ്റഡ് ടൈമാണ്. അത്രയ്ക്കും നമുക്ക് ആസ്വദിക്കാനുണ്ട് അവിടെ ഓരോന്നും. അതിൽ തന്നെ ചിലതൊന്നും നമ്മൾ അധികം സമയം ഉപയോഗിക്കാതെ തന്നെ ജസ്റ്റ് ഒന്ന് കയറി സംഭവം കണ്ടു പോകുന്നേ ഉള്ളൂ. ബോട്ടിങ് വളരെ പോസിറ്റീവായിട്ടുള്ള അനുഭവമായിരുന്നു, പറയാതെ വയ്യ. കുറേ ആൾക്കാരുണ്ട്. കഴിഞ്ഞു, നമ്മൾ തിരിച്ചെത്തി, ബോട്ടിങ് കഴിഞ്ഞു. ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വിമ്മിങ് ഉണ്ട്, ഫുഡുണ്ട്, ലഞ്ച് ടൈമുണ്ട്. ഇനി പെൻഡിങ് അതാണ്. സ്വിമ്മിങ് കിടക്കുന്നു, ഫുഡ് കിടക്കുന്നു. പിന്നെ നമുക്കിവിടെ താമസിക്കാൻ ഒത്തിരി റൂമുകളുണ്ട്. നമുക്ക് വേണമെങ്കിൽ എക്സ്ട്രാ പൈസയ്ക്ക് റൂം എടുത്തിവിടെ താമസിക്കാം. അതും ഭയങ്കര രസകരമാണ്. വീടുകളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കാണാൻ, ഭയങ്കര രസകരമാണ്. വന്നു കഴിഞ്ഞാൽ എവിടെ നിന്ന് ഫോട്ടോ എടുക്കണം, എങ്ങനെ വീഡിയോ എടുക്കണം, ആ കൺഫ്യൂഷനാണ്. കണ്ട ഗോസ്റ്റ് റൂട്ട് എന്ന് പറഞ്ഞൊരു സംഭവം. ഇവിടെ നിന്ന് ഉള്ളിലേക്ക് പോയാൽ കാർഡ് സെറ്റ് ചെയ്തേക്കണം. അങ്ങോട്ട് പോകാനുള്ള ടൈം നമുക്ക് കിട്ടിയില്ല. ജസ്റ്റ് ഞാനിവിടെ പുറത്തു നിന്നൊന്ന് വീഡിയോ എടുത്തതേ ഉള്ളൂ. അങ്ങനെ ഓരോരോ സെക്ഷനുണ്ട്. ഇവരുടെ ഓരോ സെക്ഷനും ഓരോ പേര് കൊടുത്തിട്ടുണ്ട്, സെപ്പറേറ്റ് പേര്. ഇപ്പം നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് വീണ്ടും ഹോട്ടലിലേക്ക് തിരിച്ചെത്തി. ഫുഡ് നമുക്ക് മുകളിലാണ് സെർവ് ചെയ്തേക്കുന്നത്. അതായത് ഹോട്ടൽ അവരുടെ മുകളിൽ, താഴെ റിസപ്ഷനും ബാത്റൂമും അങ്ങനെയുള്ളതൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് എത്തിയിട്ടുണ്ട്. ഞാനാണ് ഏറ്റവും ലാസ്റ്റ് എത്തുന്നത്. ഞങ്ങൾ 2 പേരാണ് ഏറ്റവും ലാസ്റ്റ് എത്തുന്നത്. ബാക്കി എല്ലാവരും ഫുഡ് സെക്ഷനിൽ എത്തിക്കഴിഞ്ഞു. നമ്മുടെ ലീലാവിലാസങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എത്തണ്ടേ, അതിന് വേണ്ടിയിട്ട്. അങ്ങനെ ഫുഡ് സ്റ്റാർട്ടായിട്ടുണ്ട്. ഇനി ഫുഡ് കഴിക്കാം നമുക്ക്. ഫുഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ അടിപൊളി ഫുഡാണ്, പറയാതെ വയ്യ. ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഫുഡാണ്. വെജ് ഉണ്ടായിരുന്നു, നോൺ വെജ് ഉണ്ട്, പിന്നെ ഡെസേർട്ട്സ് ഉണ്ട്. അതായത് ഐസ്ക്രീമും ഗുലാബ് ജാമും ഒക്കെ ഉണ്ട്. അത് നമ്മുടെ ഇഷ്ടാനുസരണം കഴിക്കാം. ഫുഡ് ശരിക്കും നമ്മുടെ വീട്ടിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റ് അല്ല, ഹോട്ടൽ ഫുഡിൻ്റെ ഒരു ഇതുമില്ല. നല്ല അടിപൊളി ഫുഡായിരുന്നു. അതും വിഭവങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. ബീഫും ചിക്കനും അവിയലും സാമ്പാർ തോരന് മോര് എല്ലാം ഉണ്ടായിരുന്നു. നമുക്ക് ഇഷ്ടത്തിന് കഴിക്കാം. അങ്ങനെ ഇത്ര എടുക്കാം അങ്ങനെയൊന്നുമില്ല. ബൊഫ തന്നെ വളരെ ഹെൽപ്ഫുള്ളായിട്ടായിരുന്നു അവർ. നല്ല ടേസ്റ്റി ഫുഡാണ് നമുക്ക് കിട്ടിയത്.
നമ്മൾ വിചാരിച്ചു ഇത്രയും വലിയ ഹോട്ടലൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ഫുഡ് അത്ര സുഖമായിരിക്കത്തില്ലെന്ന് വിചാരിച്ചു. പക്ഷേ ഫുഡിലെല്ലാവരും സാറ്റിസ്ഫൈഡ് ആയിരുന്നു, എല്ലാവരുടെയും ഒരേപോലെ അഭിപ്രായമായിരുന്നു. പിള്ളേർക്കും ഇഷ്ടപ്പെട്ടു, വലിയവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പം ഈ ഹോട്ടലിൽ വരുന്നവർ, റൂം എടുക്കുന്നവർ നമുക്ക് ഫുൾ സപ്പോർട്ട് നമ്മൾ തരാം. ഫുഡ് ഗ്യാരണ്ടി, പിന്നെ സ്ഥലവും ഗ്യാരണ്ടി. അടിപൊളി സ്ഥലമാണ്. ഇനി നമ്മൾ കണ്ട റൂമുകളെല്ലാം ഇങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ സ്വിമ്മിംഗ് പൂളിൽ പോയാൽ പിന്നെ ഡ്രസ്സ് മാറാനൊക്കെ സ്വിമ്മിംഗ് പൂളിനടുത്ത് തന്നെ സെറ്റപ്പ് ഉണ്ട്. എന്നാലും നമുക്ക് പേഴ്സണലായിട്ട് വേണമല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ സെപ്പറേറ്റ് റൂമുകൾ എടുത്തിട്ടുണ്ട്. പെണ്ണുങ്ങൾക്ക് വേറെ, ആണുങ്ങൾക്ക് വേറെ റൂം എടുത്ത് നമുക്ക് ഡ്രസ്സൊന്ന് ചേഞ്ച് ചെയ്യാനും ഒരുങ്ങാനും ഒക്കെ. അപ്പം സ്വിമ്മിംഗ് പൂളിൻ്റെ അടുത്തുള്ള റൂമാകുമ്പം കുറച്ച് വെള്ളമൊക്കെ ആയിട്ട് നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കുമെന്ന് വിചാരിച്ച് റൂം എടുത്തു. സ്വിമ്മിംഗ് പൂളിൽ എത്തിയിട്ടുണ്ട്. ഇഷ്ടം പോലെ സ്ഥലമുണ്ട് കുഞ്ഞുങ്ങൾക്ക് കളിക്കാൻ. അതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയവർ മാത്രം എൻജോയ് ചെയ്യാനല്ല, തീരെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് സ്വിമ്മിംഗ് പൂളിൽ കിടക്കാനുള്ള സംവിധാനം ഉണ്ട്. അതായത് കൊച്ചു കുഞ്ഞിനെ നിൽക്കാവുന്ന അത്രയും വെള്ളത്തിനകത്ത് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം പേരൻസിന് കുഞ്ഞുങ്ങളെ ഇറക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു വിഷമമൊന്നും വേണ്ട. ധൈര്യമായിട്ട് നിങ്ങൾക്ക് പോകാം. അടിപൊളിയായിട്ട് ഏത് പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾക്കും അതിനകത്ത് ഇറങ്ങാൻ പറ്റുന്ന സിറ്റുവേഷൻ അവർ ചെയ്തിട്ടുണ്ട്. ഫോട്ടോ സെക്ഷൻ, വീഡിയോ സെക്ഷൻ ഭയങ്കര ആയിരുന്നു ഇവിടെ. ഭയങ്കര രസമാണ്. നമ്മുടെ മോഹൻലാലിൻ്റെ സിനിമയിലെ രംഗങ്ങളൊക്കെ കുറേ ഞങ്ങളിവിടെ ചെയ്തു. അടിപൊളിയാണ്. പിന്നെ വെള്ളം നല്ലോണം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നമ്മളതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ടൊക്കെ ഓരോരുത്തർ ചെന്ന് ചോദിച്ചു. കാരണം ഇപ്പോൾ കുറേ അസുഖങ്ങളൊക്കെ ഉണ്ടല്ലോ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങി കുളിക്കുമ്പോഴൊക്കെ. അപ്പോൾ അതിനെക്കുറിച്ചെല്ലാം ഡീറ്റെയിൽഡായിട്ട് അത് ശ്രദ്ധിച്ചതിന് ശേഷമാണ് എല്ലാവരും ഇറങ്ങി. ആദ്യം അറച്ച് നിന്നെങ്കിലും എല്ലാവരും ഇറങ്ങി. ഇതിൽ നിന്ന് കയറാൻ പെട്ട പാടേ ഉള്ളൂ. ആർക്കും ആദ്യം ഇറങ്ങാൻ പാടായിരുന്നു. പക്ഷേ തിരിച്ചൊരൊറ്റ ഒരെണ്ണം കയറത്തില്ല, തല്ലിപ്പഴിപ്പിച്ച എല്ലാത്തിനും വേണ്ടത്. കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ വലിയവർ വരെ ഇതിനകത്ത് നിന്ന് കയറാൻ പാടായിരുന്നു. ഇനിയും നമുക്കുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം തന്നെ ഒരു 4 മണി അടുപ്പിച്ചാകും. നമ്മൾ ഫുഡ് കഴിച്ച് ഇറങ്ങിയപ്പോഴത്തേക്ക് ലേറ്റായി. വിശാലമായ ഫുഡായിരുന്നല്ലോ. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങി ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് വന്നപ്പോഴത്തേക്ക് നല്ലോണം സമയമായി. ഇനി ഇപ്പോൾ തന്നെ 4 മണിയായി. 5 മണിക്ക് നമുക്ക് ഹോട്ടൽ വെക്കേറ്റ് ചെയ്യണം. 5 മണി അവർ തരുന്ന ടൈമെങ്കിലും നമുക്കൊരു 5-5:30 വരെ നമുക്ക് കിട്ടും. എങ്കിലും നമുക്ക് ഇപ്പോൾ തോന്നുന്നു ഒരു 7 മണി വരെയെങ്കിലും വേണമെന്ന്. അത്രയ്ക്ക് ഇനി ഇവിടെ വരുന്നവരും ശ്രദ്ധിക്കേണ്ട കാര്യം ടൈം മാനേജ്മെൻറ്റാണ്. മാക്സിമം നേരത്തെ വരാൻ നോക്കുക. വേഗം ഓരോന്നും ആസ്വദിക്കാൻ നോക്കുക. ടൈം ഒട്ടും കളയരുത്. നേരത്തെ പ്രീ പ്ലാൻഡായിട്ട് വരണം ഓരോന്നിനെക്കുറിച്ചും. നമുക്ക് സ്വിമ്മിംഗ് പൂളിൽ അത്രയ്ക്കങ്ങോട്ട് തികഞ്ഞില്ല. ഒരു 2 മണിക്കൂർ അതിനകത്ത് കിടക്കണമെന്നാണ് ആഗ്രഹം. ഓരോന്നിനെയും വഴക്ക് പറഞ്ഞാൽ അതിനകത്ത് നിന്ന് കയറ്റിയത്. ഇനി നമുക്ക് ഒരു ചായ സെക്ഷനുണ്ട്. അത് കഴിഞ്ഞ് ആദ്യമേ ഡ്രസ്സ് ഒക്കെ ഒന്ന് മാറ്റി ഒന്ന് നീറ്റാവണം. അത് കഴിഞ്ഞിട്ട് ചായ കുടിച്ച് കഴിഞ്ഞ് ഒരു വലിയൊരു ഫോട്ടോ, അത് കഴിഞ്ഞ് പിരിയാമെന്ന് വിചാരിക്കുന്നത്. എത്ര പേര് വെള്ളത്തിൽ നിന്ന് കയറിയാലും പിന്നെയും ആൾക്കാർ പോയവർ തന്നെ തിരിച്ചു വന്ന് വെള്ളത്തിൽ കിടക്കും. അതാണ് അവസ്ഥ. അത്രയ്ക്ക് നല്ല ഒരു ആംബിയൻസാണ്. സേഫാണ്, പേടിക്കാനൊന്നുമില്ല. വളരെ നല്ല സ്ഥലമാണ്. ഞങ്ങൾ ഗ്യാരണ്ടിയോ. അതുകൊണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ഭക്ഷണം കഴിച്ചതിൻ്റെയൊക്കെ തീർക്കേണ്ട. ഇതാണ് നമ്മളെടുത്ത റൂം. അത് ഒരു വില്ല എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് 2 നിലയായിട്ടാണ് കിട്ടിയേക്കുന്നത്. മുകളിൽ കുറേ സെക്ഷൻസ്, കുട്ടികളെല്ലാം മേലെ ഡ്രസ്സ് മാറി, നമ്മൾ താഴെ. ഇനി നമ്മൾ എല്ലാവരും കൂടെ ചായ കുടിക്കാനായിട്ടുള്ള പോക്കാണ്. നോക്കാം. അങ്ങനെ ചായയും കോഫിയും സ്നാക്സും എല്ലാം കഴിഞ്ഞു. നല്ല റിച്ചായിട്ടായിരുന്നു. അപ്പോൾ പറയാനുള്ളത്, 1 ഡേ ടൂർ പ്ലാൻ ചെയ്യുന്നവർക്ക് സജസ്റ്റഡ് ആയിട്ടുള്ള പ്രൈസാണ് കോട്ടയത്തുള്ള വിൻസർ കാസ്റ്റ്.
വളരെ സപ്പോർട്ടീവാണ്. സ്റ്റാഫുകളെല്ലാം വളരെ സപ്പോർട്ടീവാണ്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള പ്ലേസാണ്. അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്സ്. അപ്പം ബൈ ബൈ, കാണാം.